രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു ചുക്കും മണ്ണാങ്കട്ടി അറിയാതെ സിനിമ പിടിച്ചും കോമഡി പറഞ്ഞും നടക്കുന്നവരൊക്കെ എന്തിനാ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നത്? പാലക്കാട് സ്ഥാനാർത്ഥിയായി പിഷാരടിയുടെ പേര് പറഞ്ഞപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കമന്റുകളും ട്രോളുകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷേ പിഷാരടിയ വെള്ളക്കുപ്പായത്തിലേക്ക് അങ്ങോട്ട് മാറിയത് മുതൽ പിഷാരടി അല്ലാതെ തന്നെ മാറി. ഒരു പക്കാ രാഷ്ട്രീയക്കാരന്റെ ബോധവും പ്രവൃത്തിയും എല്ലാം അതുപോലെയായി മാറി. പിഷാരടിയെ റോഡ് തടഞ്ഞപ്പോൾ, പിഷാരടിക്കെതിരെ ട്രോളുകൾ വന്നപ്പോൾ അതിനൊക്കെ ഓരോ റിപ്ലൈകൾ കൊടുക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ തന്നെ അന്തം വിട്ടു പോകുന്ന രീതിയിലായിരുന്നു അല്ലേ? ഒരു പക്കാ രാഷ്ട്രീയക്കാരന്റെ കാഴ്ചയോടെ, പക്കാ രാഷ്ട്രീയക്കാരന്റെ പ്രവൃത്തിയോടെയായിരുന്നു അദ്ദേഹം പെരുമാറിയത്. പിഷാരടി ഇങ്ങനെ ജയിച്ചതിന്റെ സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു പത്രക്കാരൻ പിഷാരടിയോട് ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ സിനിമയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പട്ടിണിയാവൂലേ പിഷാരടിയെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു റിപ്ലൈ ഉണ്ട്. എന്നെ പാലക്കാടുകാർ എന്നെ വിശ്വസിച്ചിട്ട് എൻ്റെ കൈകളിലേക്ക് പാലക്കാടിനെ തന്നപ്പോൾ അവർക്ക് വേണ്ടി എൻ്റെ സിനിമയല്ല, എൻ്റെ ജീവിതം എല്ലാം ഒഴിവാക്കി അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിഷാരടി പറഞ്ഞൊരു മറ്റൊരു വാക്കുണ്ട്, നമ്മളൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാണോ വളർന്നിരുന്നത് ആ ഒരു ഐക്യം, ആ ഒരു സ്നേഹം, ആ ഒരു കെട്ടുറപ്പ് അതുപോലെ നമ്മുടെ മക്കൾക്കും വളരണമെങ്കിൽ കോൺഗ്രസ് വരേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് എന്നുള്ളതും കൂടി അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്താണ് പിഷാരടി, എന്താണ് കോമഡിക്കാരനായ പിഷാരടി എന്നും എന്താണ് രാഷ്ട്രീയ കുപ്പായത്തിൽ കയറിയപ്പോൾ പിഷാരടിയുടെ വീക്ഷണം എന്നുള്ളതും എന്തായാലും പൊളിയാണ്.